ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ. പഴയ മോഡൽ ആക്റ്റീവയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ് വേണം, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറണം, ബ്രേക്ക് ചെക്കപ്പ്, ബാക്കും ഫ്രണ്ടും ബ്രേക്ക് നോക്കണം, അതേപോലെ തന്നെ ഫ്ലോറിൻ്റെ ഭാഗത്ത് പെയിൻറ്റ് പോയിട്ടുണ്ട്, തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യണം. ഫ്രണ്ടിലത്തെ ബുഷുകൾ ചെക്ക് ചെയ്യുക. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കയറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. അതിൻ്റെ പ്ലേ ഒക്കെ നോർമലാണ്. ബാക്കിലത്തെ ടയർ ഓൾറെഡി തീർന്നാൻ നിൽക്കണം കേട്ടോ, ഫുള്ള് തീർന്നുണ്ട്. അപ്പോൾ ടയർ മാറ്റേണ്ട ഒരു ടൈമാണ്. പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നമുക്ക് ലെവൽ വളരെ കുറവായിട്ടുണ്ട്. അപ്പോൾ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഗിയർ ഓയിൽ കൂടി കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്. ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച്, CVT ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ചും കൂടി നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചു ചെയ്യണം. അപ്പോൾ നിലവിൽ കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പൊക്കെ പുതിയതാണ് ഇതിനകത്ത് കിടക്കണേ. ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും ജസ്റ്റ് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്രാങ്ക് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ് സൈഡ് ഓയിൽ സീലൊക്കെ ഓക്കെയാണ്. ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കിക്കർ വീലായാലും അയച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, 2 കേബിളുകളൊന്ന് ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജ് ഒന്നുമില്ല. പ്ലാറ്റ്ഫോം അത്യാവശ്യം തുരുമ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു അടി കാണിക്കണേ. ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്. ഇത് ഓവലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ഈ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ലിങ്ക് ബുഷ് ഫുൾ സെറ്റ് മാറ്റണ്ട, ഉള്ളിലത്തെ കോളർ മാത്രം നമുക്ക് മാറ്റിയിടാം. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. കാരണം ഫുൾ സെറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 500-550 നമുക്ക് തന്നെയുണ്ട്. തൽക്കാലം നമുക്ക് ഈ സർവീസ് കോളറൊക്കെ മാറ്റി യൂസ് ചെയ്യാം. പിന്നീട് കൂടുതൽ കംപ്ലയിൻറ്റ് വന്നിട്ട് മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.87 റേഞ്ച് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.46. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഇപ്പം നിലവിലില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുതിയ പ്ലഗാണ്, വലിയ പഴക്കമായിട്ടില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം. അത് ഈ ഭാഗത്ത് പൊടിഞ്ഞൊടിയിട്ടുണ്ട്, പൊടി പോലെ വന്നുണ്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി കളഞ്ഞേക്കാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ. വേറെ പറയത്തക്ക കംപ്ലയിൻസൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം നമുക്കൊരു 5:30-6 മണിയാകുമ്പോഴത്തേക്കാണ് തീരുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.